ഹേയ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ അങ്ങനെ കുറച്ച് കാലത്തെ ടീസേഴ്സിന് ശേഷം നമ്മുടെ പുതിയ ടിയാഗോ ഇവിയും കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ടിയാഗോയുടെ പെട്രോളും അതുപോലെ CNGയും ഓപ്ഷൻസ് ആണ്. അതുപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ പ്രൈസ് എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ലോഞ്ച് എന്ന് പറഞ്ഞു, കറക്റ്റായിട്ട് നമുക്ക് പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം തന്നു. എന്തായാലും അക്കാര്യത്തിൽ ഒരു വേറെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. അതായത് പ്രൈസ് നമ്മൾ മറ്റന്നാൾ പറയാം, അടുത്ത ആഴ്ച പറയാം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ മെയിൻ ഡീറ്റെയിൽസിലേക്ക് അടക്കാം. ഞാൻ എക്സ്റ്റീരിയറിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ടീസേഴ്സിലൂടെയൊക്കെ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമുക്കിപ്പോൾ ഫ്രണ്ട് ഡിസൈൻ ഇവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. LED ഹെഡ് ലാംപ്സിൻ്റെ, LED DRLസിൻ്റെ ഇതൊക്കെ ടോപ്പിൽ കിട്ടുള്ളൂ. അതായത് മെയിനായിട്ട് LED ഹെഡ് ലാംപ്സ് വരുന്നു. പിന്നെ LED ഫോഗ് ലാംപ്സ് നമുക്ക് ടോപ്പിൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പെട്രോൾ വണ്ടി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എലമെൻ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബമ്പറിൻ്റെ താഴത്തായിട്ടും ഒരു ബ്ലാക്ക് ഡിസൈൻ എലമെൻറ്റ് വരെ വരുന്നുണ്ട്. പിന്നെ സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ മിറേഴ്സിൻ്റെ ഡിസൈൻ സെയിം ആണ്, സൈഡ് ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്, അവരൊന്നും മാറ്റിയിട്ടില്ല. ബോഡി പാനൽസ് എല്ലാം അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവർ പുതിയ ജനറേഷൻ എന്ന് പറയുന്നു. ശരിക്കും എസെൻഷ്യലി ഇതൊരു മേജർ റീവർക്ക് നടത്തിയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് എന്നാണ് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത്. ഇനി അത് പോട്ടെ, ടാറ്റയ്ക്ക് ന്യൂ ജനറേഷൻ വിളിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വിളിക്കാം. ഇനി നമ്മുടെ ബാക്കിൽ ഡിസൈനിലേക്ക് വരുമ്പോഴേക്കും ഇവിടെയും ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഈവൻ ദോ നടുവിലത്തെ എലമെൻറ്റ് കത്തില്ലെങ്കിലും അത് അത്യാവശ്യം ഡിസൈനർ എലമെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ രസമുണ്ട്. അതുപോലെ നമുക്ക് റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട്. അഗൈൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിലും ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ടാണ് നമ്മുടെ റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ എക്സ്റ്റീരിയറിലെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നോക്കാം. ഈ വണ്ടിയിൽ അവർ കുറച്ചധികം മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ വരുത്തിയിട്ടുണ്ട്. എക്സ്റ്റീരിയറിൽ പാനൽ മാറ്റിയിട്ടില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പക്ഷേ അവർ കംപ്ലീറ്റ്ലി ഡാഷ്ബോർഡ് ഒന്ന് റീഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം സംഭവങ്ങളൊക്കെ പ്ലേസ് ഇരിക്കുന്നതാണെങ്കിലും കാണാൻ പറ്റും. അതുപോലെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ അവർ ഡാഷ്ബോർഡിലും അതുപോലെ ഡോർ പാഡ്സിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ സിയറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ഒരു സോഫ്റ്റ് ഫാബ്രിക് മെറ്റീരിയലാണ്, ലെതർ മെറ്റീരിയൽ അല്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ടൈപ്പ് അങ്ങനത്തെ സംഭവമാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനിലും സംഭവം 2 സ്പോക്കാണ്, ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ബട്ടൺസിൻ്റെ ഒരു പൊസിഷനിങ്ങിലും മൊത്തത്തിലുള്ളൊരു ഡിസൈനിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയും. അതാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഡിഫറൻസ്. പിന്നെ പുതിയ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അത് സംഭവം സെയിമാണ്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 10.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സെയിം സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തായിട്ട് നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലിൻ്റെ അടിയിലായിട്ട് നമുക്ക് റോട്ടറി നോബാണ് കിട്ടുന്നത്, നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. സോ അതെങ്ങനെ ശരിയാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മാനുവൽ മോഡിലേക്ക് തട്ടാൻ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ജസ്റ്റ് പാഡൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി മാനുവൽ മോഡിലേക്ക് വീഴേണ്ടതാണ്. പിന്നെ വയർലെസ് ചാർജർ ഒറ്റ ഫോണിനേ ഉള്ളൂ, പക്ഷേ നമുക്ക് 2 ഫോൺ വെക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ ആണെങ്കിലും നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ യൂണിറ്റ് എന്നാണ് ടാറ്റ വിളിക്കുന്നത്. ശരിക്കും നടുവിലത്തെ ആണ് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്നത്. ബാക്കി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ളത് വേറെ വേറെ ഡിസ്പ്ലേസ് ആണ്. കുറച്ചൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. നമുക്കിപ്പോൾ നെക്സോണിൻ്റെയോ അല്ലെങ്കിൽ Punch അങ്ങനത്തെ വണ്ടികളൊക്കെ ടോപ്പിൽ വരുന്ന പോലത്തെ ഒരു ഫുള്ളി ഫ്ലഷ്ഡ് ആയിട്ടുള്ള 10.25 ഇഞ്ച് ഡിസ്പ്ലേ അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടാക്കോമീറ്റർ ആണെങ്കിലും 1000, 2000, 3000 അങ്ങനെ RPM ഉള്ളതുണ്ട്. കറക്റ്റ് RPM ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ AC കൺട്രോൾസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ പുതിയ വണ്ടികളും അവർ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും സംഭവം ഓട്ടോയ്സ് ആണ്. ആൻഡ് പണ്ട് ടിയാഗോയിൽ ഉണ്ടായിരുന്ന റോട്ടറി കൺട്രോൾസ് തന്നെ കുറച്ചും കൂടെ ആ പാനലിൻ്റെ ഡിസൈനൊക്കെ മാറ്റി അവർ നന്നായിട്ട് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. കാണുമ്പോൾ നമുക്ക് യൂസബിലിറ്റിയിലും കുഴപ്പമില്ല. വേറെ ഡിസ്പ്ലേ ഒന്നും അതിനകത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. അതിപ്പോൾ ടച്ച് ബേസ്ഡ് കൺട്രോൾസിൽ ഒരു ഡിസ്പ്ലേ കൊടുക്കാറില്ലായിരുന്നു, സ്ക്രീനിനകത്താണ് ഡിസ്പ്ലേ വരുന്നത്. സ്ക്രീനിൻ്റെ അകത്ത് ഇപ്പോൾ വേറൊരു സാധനം കൂടെ കിട്ടുന്നുണ്ട്. അതാണ് 360° പാർക്കിംഗ് ക്യാമറ. നമുക്ക് കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് വന്നപ്പം ടിഗോറിൽ അവർ കൊടുത്തായിരുന്നു, ടിയാഗോയിൽ കൊടുത്തില്ല. പക്ഷേ ഇപ്രാവശ്യം അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അനുസരിച്ച് ഈ സ്ക്രീനിൽ കാണിക്കും. ഇൻസ്റ്റന്റ് റെസ്റ്റിൽ കാണിക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. പിന്നെ സീറ്റ്സിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് ആ ഡാഷ്ബോർഡിലും ഡോർ പാഡ്സിലൊക്കെ ഉണ്ടായിരുന്ന അതുപോലത്തെ ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡ് 6-way അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക് അല്ല, പക്ഷേ എന്നാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഒരു ടോപ്പ് ആൻഡ് വേരിയൻസിലൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് ഇപ്രാവശ്യം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അത് ഇതിനകത്തില്ലായിരുന്നു. സ്റ്റോറേജ് സ്പേസ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നത്. നടുവിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സൊക്കെ ഇതിൻ്റെ സെൻറ്റർ കൺസോളായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് ആണെങ്കിലും ഫ്രണ്ടിൽ അവർ എക്സ്റ്റൻഡ് തൈ സപ്പോർട്ട് പോലത്തെ ഒരു മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റ്സും നമുക്ക് ഡിസൈനൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ കളർ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നിട്ട് പറയാം. ബാക്കിൽ ഇപ്പോഴും ആംറസ്റ്റ് വരുന്നില്ല, പക്ഷേ 3-point സീറ്റ് ബെൽറ്റ്സ് അവരെല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. വേറൊരു ചെറിയ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലെങ്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിലത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ടിയാഗോയിൽ അതവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോർ പാഡ്സിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ അകത്ത് ഒരു ഫാബ്രിക് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് ഇപ്പോൾ നമുക്ക് റിയർ AC അവൈലബിൾ ആണ്. അതുപോലെ 65 wattsൻ്റെ ഒരു ചാർജിങ് ടൈപ്പ് C പോർട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ഒരെണ്ണം വരുന്നുണ്ട്. സോ അക്കാര്യത്തിലൊക്കെ വണ്ടി അത്യാവശ്യം നൈസാണ് ഇപ്പോൾ.
ഇനിയിപ്പോൾ സി എൻ ജി വണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റിൽ വരെയാണ് സി എൻ ജി വരുന്നത്. ബാക്കിലൊരു ICNG ബാഡ്ജ് ഉണ്ട്, ബാക്കി ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് സി എൻ ജിയിലും അവർ AMTയുടെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ബേസ് വേരിയൻറ്റിലില്ല, നമുക്ക് സെക്കൻഡ് ബേസ് മോഡൽ മുതലാണ് നോർമൽ വണ്ടിയിലും AMTയുടെ ഓപ്ഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സി എൻ ജിയിലും അവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ട്വിൻ സിലിണ്ടർ സി എൻ ജി ഇതിനകത്ത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൽ കുറച്ച് കോംപ്രമൈസ് ഉണ്ട്. പക്ഷേ സാധാരണ ഹാച്ച് ബാക്കുകളിൽ വരുന്ന അത്രയും കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ താഴെ കാണുന്ന ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ബോക്സ് പോലെ ഇരിക്കുന്നത്, അത് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സാധനങ്ങൾ വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. ടാറ്റ 211 ലിറ്റേഴ്സ് എന്തോ ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മിക്കവാറും റൂഫ് വെയറിലെ കപ്പാസിറ്റി ആയിരിക്കും. അല്ലാതെ എന്തായാലും ആ ഒരു ഹമ്പ് വെച്ചിട്ട് ഇതിനകത്ത് 211 ലിറ്റേഴ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി സേഫ്റ്റിയുടെ കേസിലാണെങ്കിലും നമുക്ക് ഇനി മുതൽ ടിയാഗോയിൽ 6 എയർ ബാഗ്സ്, ABS, TBD അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആയിരിക്കും. ഒരു മിഡിൽ വേരിയൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ESPയും അതുപോലെ നമ്മുടെ TPMS തുടങ്ങിയ എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ എയർ ബാഗ്സിൻ്റെ കേസ് അതുപോലെ ആ കാര്യത്തിലൊന്നും ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലി പവർ ടൺ ഓപ്ഷൻസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഇവർ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് നേരത്തെ കിട്ടുന്ന സെയിം 1.2 ലിറ്റർ എവോട്രോൺ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഏകദേശം 86 ഹോഴ്സ് പവറും 115 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് 5 സ്പീഡ് AMTയും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. CNG ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കുറച്ച് ഡ്രോപ്പ് വരും, ഏകദേശം 73 ഹോഴ്സ് പവറിൻ്റെ അടുത്ത് വരും. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം എഫിഷ്യൻസി കിട്ടുന്നതുകൊണ്ട് പവർ ഡ്രോപ്പ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാം. ഇതിൻ്റെ വേരിയൻസിൻ്റെ പേരും നമുക്ക് ഇപ്പോഴത്തെ ടാറ്റയുടെ പുതിയ വണ്ടികളിൽ വരുന്ന പോലെയാണ്. സ്മാർട്ട് ഉണ്ട്, അതുപോലെ പ്യൂർ ഉണ്ട്, പ്യൂർ പ്ലസ് ഉണ്ട്, പിന്നെ പ്യൂർ പ്ലസ് എ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, ക്രിയേറ്റീവ് പ്ലസ് ഉണ്ട്. ഈ 6 വേരിയൻസ് ആണ് വരുന്നത്. ഇതിൽ ക്രിയേറ്റീവ് പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. പ്യൂർ മുതലാണ് നമുക്ക് ഇതിനകത്ത് AMTയുടെ ഓപ്ഷൻ കിട്ടി തുടങ്ങുന്നത്. നോർമൽ പെട്രോൾ വണ്ടിയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് വരെ AMTയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ CNG ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് വരെ CNGയുടെ ഓപ്ഷൻ ഉള്ളൂ, ബേസ് മോഡലായ സ്മാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ AMTയുടെ കേസ് നമുക്കിപ്പോൾ CNG ആണെന്നുണ്ടെങ്കിൽ പ്യൂറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് വേരിയൻറ്റ് വരെയാണ് അതിനകത്തും വരുന്നത്. ഇനി ഫൈനലി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 4.69 ലാക്സിലാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പെട്രോൾ മാനുവൽ ബേസ് മോഡൽ. ഇത് തന്നെ നമ്മൾ മാക്സിമം ടോപ്പിന് എടുക്കുകയാണെങ്കിൽ 7.29 ലാക്സ് ആണ് മാനുവൽ ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്, ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. CNG ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.1 ലാക്സിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. 5.79 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 7.99 ലാക്സ് വരെയാണ് ക്രിയേറ്റീവ്, അതായത് സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റ്, അത്രേ ഉള്ളൂ. ഇത് അവിടെ വരെയാണ് ഇതിൻ്റെ മാനുവലിൻ്റെ പ്രൈസ് പോകുന്നത്. AMTയുടെ പ്രൈസ് അവർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാലും ഏകദേശം ഒരു 60,000 to 65,000 വരെയൊക്കെ എങ്ങനെ പോയാലും മാക്സിമം ഡിഫറൻസ് വരുള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇവരൊക്കെ മാക്സിമം പ്രൈസ് ഒരു 8 ലാക്സിൻ്റെ അടുത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. അതായിരിക്കും ഇങ്ങനെ CNGയിൽ ഇവർ ടോപ്പിൻ്റെ കൊടുക്കാതെ സെക്കൻഡ് ടോപ്പിൽ നിർത്തിയതും ഇപ്പോൾ പ്രൈസ് പറഞ്ഞിരിക്കുന്നതിലാണെങ്കിലും നമുക്ക് AMTയുടെ പ്രൈസ് പറയാത്തതും. പിന്നെ ഏതൊക്കെ വേരിയൻസിൽ AMT കിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ താഴെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ പ്രൈസ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് അവർ ആകെപ്പാടെ 10,000 രൂപ കൂട്ടിയിട്ടുള്ളൂ. ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിമിലർ പ്രൈസ്, ഏകദേശം ഒരു 10,000 to 20,000 നമുക്ക് ടോപ്പിൻ്റെലും പ്രൈസേക്ക് പറയാം. പക്ഷേ ഇത്രയും ചേഞ്ചസ് വന്നു എന്നുള്ള രീതിയിൽ നോക്കുമ്പം അതൊരു പ്രൈസേക്കാണോ എന്നുള്ളതാണ് പിന്നെയും ആലോചിക്കാൻ പറ്റുന്നത്. കാരണം എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും, ഡിസൈൻ മൊത്തം മാറി, ടാറ്റ ഇതൊരു ന്യൂ ജനറേഷൻ വണ്ടിയായിട്ടാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്രൈസിങ് തന്നെയാണ്. എനിവേ ഗൈസ്, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സൊക്കെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.